സിബോറയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ KWN ഇക്വേഷൻ സീരീസിന്റെ ഫൈനൽ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. മാക്സിമം കുറഞ്ഞ ടൈമിൽ നമ്മൾ ക്ലാസ്സുകൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്ത് പോകാം. കാരണം ലാസ്റ്റ് ഡേയ്സ് ആണ് അല്ലേ. അപ്പം നിങ്ങൾ അധിക ടൈം ഈ ഒരു ക്ലാസ്സിലായിട്ട് ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്രയും ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലെങ്കിലും അറിയാതെ പോരുത് എന്നുള്ളതിനെ കൊണ്ടാണ് നമ്മൾ ഇതും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇൻ പൈപ്പ് ഫിറ്റിംഗ് വിച്ച് കണക്ടർ ഓർ പൈപ്പ് ഫിറ്റിംഗ് part helps to the pipeline to branch of 90 degree and change in the diameter is required. Option A coupling, option B teeth branch, option C eccentric reducer, option D reducing teeth branch. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റെഡ്യൂസിങ് T branch ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 77, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ് യൂണിയൻ ആണ്. ഫസ്റ്റ് ഇത് വരുന്നത്, ഇറ്റ് ഹാസ് ആൻ എക്സ്റ്റീരിയർ പൈപ്പ് ത്രെഡ് ആൻഡ് പ്രൊജക്റ്റിംഗ് ഹെഡ് ഫോർ ലിഫ്റ്റിംഗ് ഇൻ ദ സോക്കറ്റ്. സെക്കൻഡ് വരുന്നത്, ഇറ്റ് എനാബിൾസ് repairs or replacement of the pipeline system without distributing the other parts of the system. Third വരുന്നത്, it is inserted in pipeline to permit its connections with little changes to the position of pipe. Fourth വരുന്നത്, it is used to connect two fittings with a short distance. ഇതിൽ കറക്റ്റ് വരുന്നത് 77 ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ലാസ്റ്റ് 78 ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് റിവറ്റ് ദ അപ്പർ പോർഷൻ ഓഫ് ദ റിവറ്റ് ഹെഡ് ഈസ് ഫ്ലാറ്റ് ആൻഡ് ദ ടാപ്പ് it is used for heavy engineering work. Option A pan head, option B snap head, option C tin man's head, option D mushroom head. അല്ലേ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പാൻ ഹെഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 79 ആണ്, നെയിം ദ റിവറ്റഡ് ജോയിന്റ്. ഓപ്ഷൻ എ സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ്, ഓപ്ഷൻ ബി സിംഗിൾ റിവറ്റഡ് സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്, ഓപ്ഷൻ സി ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ്, ഓപ്ഷൻ ഡി ഡബിൾ റിവറ്റഡ് ബട്ട് ജോയിന്റ്. അല്ലേ, ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ആണ്. അല്ലേ. Question number 80, which are the statements correct in case of spacing of rivet process in riveted joints ആണ്. First point, the space or distance from the edge of the metal to the center of any rivet should be at least 2 into d diameter of the rivet. Second, the space or distance from the edge of the metals to the center of any rivet should at least 2.5 into d of the rivet. Third, the minimum distance between the rivet should be 2 times the diameter of the rivet. Fourth, the minimum distance between the rivet should be 3 times the diameter of the rivet. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 4 and 1 ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 81, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഇൻ ദ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റിംഗ് ബെൽറ്റ് ടെൻഷൻ ആണ്. ഫസ്റ്റ്, when the distance between two pulleys is fixed, the tension of the belt is adjusted by the adjustments of screw. Second, when the distance between the two pulleys is not fixed, the tension of the belt is adjusted by using a idler. Third, when the distance between two pulleys is fixed, the tension of a belt is adjusted by using a idler. Fourth വരുന്നത്, when the distance between two pulleys is not fixed, the tension of the belt is adjusted by the adjustments of a screw. The answer വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. തേർഡ് ആൻഡ് ഫോർത്ത് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 81 നോക്കുകയാണെങ്കിൽ, നെയിം ദ ബെൽറ്റ് ഫാസ്റ്റനർ ടൈപ്പ് ആണ്. ഓപ്ഷൻ എ അലിഗേറ്റർ, ഓപ്ഷൻ ബി ക്രീപ്പ്, ഓപ്ഷൻ സി ജാക്സൺ, ഓപ്ഷൻ ഡി ലഗ്രില്ല. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. Question number 83, as the belt turns on a pulley, it tends to stretch on the contact area of the driving pulley and shorten on the driven pulley. This localized movement of the belt is direct result of the elastic stretch and is known as option A creep of belt, option B slip of belt, option C cross belting, option D arc of contact. The answer വരുന്നത് ഓപ്ഷൻ എ ആണ്, ക്രീപ്പ് ഓഫ് ബെൽറ്റ്. Question number 84, among them what are the advantages of chain drive power transmission? Option A, contact between the chain and drive sprockets increases the chances of slip. Second,
positive contact between the chain and drive sprockets eliminate the possibility of slip. Third, chain drive can be used only when the distance between the driving and the driven shaft is short. Fourth, the chain drive can be used when there is large distance between the driving and driven shaft. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് ആൻഡ് ഫോർത്ത് ആണ് വരുന്നത് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. നോക്കി വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 84, വിച്ച് ഗിയർ ടീസ് ആർ കട്ട് പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ? ഓപ്ഷൻ എ മീറ്റർ ഗിയർ, ഓപ്ഷൻ ബി ബിവൽ ഗിയർ, ഓപ്ഷൻ സി സ്പർ ഗിയർ, ഓപ്ഷൻ ഡി ഹെലിക്കൽ ഗിയർ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി സ്പർ ഗിയർ ആണ്. 86, in spur gear, radial distance between the pitch circle and root circle is denoted by the letter HF is known as. Option A base circle, option B addendum, option C working depth, option D dedendum. 86 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 87, the name of the gear is option A worm and shaft gear, option B hypoid gear, option C meter gear, option D herringbone gear. The name of the gear is ഇവിടെ കാണിച്ചിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി hypoid gear ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 88, in hydraulic Pascal law states that option A pressure increases with velocity, option B pressure depends on the shape of container, option C pressure applied at a confined fluid is transmitted equally in all direction, option D pressure is inversely proportional to area. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. Question number 89, which hydraulic pump suitable for very high pressure? Option A vane pump, option B axial piston pump, option C gear pump, option D none of these. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, axial piston pump. Question number 90, the main functions of a hydraulic accumulator is option A to control temperature, option B to increase pressure in the system, option C to absorb shock and store energy, option D to reduce leakage. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. Question number 91, a pneumatic circuit used a cascade method for sequencing multiple cylinders. What is the primary functions of the cascade method in pneumatic control? ആൻസർ വരുന്നത് ഓപ്ഷൻസ് എ വരുന്നത് control the flow rate independence the pressure variation, option B to reduce air consumptions by recycling exhaust air, option C വരുന്നത് to provide pressure amplification in the system, option D വരുന്നത് to ensure correct sequence of cylindrical operation without overlap. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. Question number 92, in a pneumatic system, a quick exhaust valve is installed near a double acting cylinder. What is the main reason for the placement of close to the actuator rather than at the valve, control valve? Option A to allow faster retraction extensive by exhausting air directly to the atmosphere, option B to increase air pressure in the cylinder, option C to reduce the load on the compressor, option D to prevent the leakage in the cylinder. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, to allow the fastness retraction or extension by the exhausting air directly to the atmosphere. ഇനി question number 93 വരുന്നത്, if a shaft of 50 mm and has limit of size 50 mm to 49.95 mm, what is the tolerance of the shaft? Option A 0.02 mm, option B 0.5 mm, option C 0.05 mm, option D 0.005 mm. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 0.05 mm. Question number 94, it is the difference between the maximum limit of the size and minimum limit of the size. It is always positive and expressive only a number of without a sign. What is this? Option A 0 line, option B tolerance, option C fit, option D deviation. Answer വരുന്നത് ഓപ്ഷൻ ബി ആണ്, tolerance. Question number 95, which of the following is not a disadvantages of mass production? Option A specific purpose machines are necessary, option B the cost of piece is reduced, option C jigs and fixtures are needed, option D initial expense will be very high. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. Question number 96, GIN is the system of limit and fits following by which country? Option A German ആണ് ആൻസർ വരുന്നത്. ഇനി question number 97, which bearing can be taken both radial and axial load? ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ പ്ലെയിൻ ബിയറിംഗ്, ഓപ്ഷൻ ബി സിലിണ്ടറിക്കൽ റോളർ ബിയറിംഗ്, ഓപ്ഷൻ സി ഡീപ്പ്
ഗ്രൂവ് ബോൾ ബിയറിംഗ്. ഓപ്ഷൻ ഡി ത്രസ്റ്റ് ബിയറിംഗ്. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 97 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡീപ് ഗ്രൂവ് ബോൾ ബിയറിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 98, വിച്ച് ബിയറിംഗ് ഈസ് ജനറലി യൂസ്ഡ് ടു ടേക്ക് ആക്സിയൽ ലോഡ് ഓൺലി? ഓപ്ഷൻ എ നീഡിൽ ബിയറിംഗ്, ഓപ്ഷൻ ബി ത്രസ്റ്റ് ബിയറിംഗ്, ഓപ്ഷൻ സി ബോൾ ബിയറിംഗ്, ഓപ്ഷൻ ഡി റോളർ ബിയറിംഗ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ത്രസ്റ്റ് ബിയറിംഗ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 99, വിച്ച് ബിയറിംഗ് ഈസ് ഓൾസോ കോൾഡ് ആന്റി ഫ്രിക്ഷണൽ ബിയറിംഗ്? ഓപ്ഷൻ എ ഹൈഡ്രോസ്റ്റാറ്റിക് ബിയറിംഗ്, ഓപ്ഷൻ ബി ബോൾ ആൻഡ് റോളർ ബിയറിംഗ്, ഓപ്ഷൻ സി സ്ലീവ് ബിയറിംഗ്, ഓപ്ഷൻ ഡി ജേണൽ ബിയറിംഗ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബോൾ ആൻഡ് റോളർ ബിയറിംഗ്. Last question, in the sliding contact bearing, the coefficient of friction is given by? Option A Tauer's equation, option B Reynolds equation, option C Euler's equation, option D പെട്രോവ്സ് ഇക്വേഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പെട്രോവ്സ് ഇക്വേഷൻ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു KEE ക്വിക്ക് റിവിഷൻ സീരീസ് കഴിയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷനും കംപ്ലീറ്റ് ആവുകയാണ് അല്ലേ. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ റിവിഷൻ സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാക്സിമം പറ്റുന്ന പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത പോർഷൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് വേണമെങ്കിൽ നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ക്വിക്ക് റിവിഷൻ സീരീസ് ആണല്ലേ ചെയ്തിട്ടുള്ളത്. അതിൽ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയും ക്ലാസ്സും ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് വന്നിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളതും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലേ. അപ്പം നിങ്ങളുടെ ഓരോ ഷെയറും അതുപോലെ തന്നെ നിങ്ങൾ ഓരോ പറയുന്ന കാര്യങ്ങളും നമ്മൾ എത്രയും ഹാർഡ് വർക്ക് ചെയ്തതിന് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ആ ഒരു റിസൾട്ട് ആണ് അല്ലേ. അപ്പൊ നിങ്ങൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇന്ന് ഈ മിനിറ്റ് അല്ലെങ്കിൽ എക്സാം ഹോളിന്റെ ആ ഒരു കയറുന്നതിന്റെ കുറച്ച് മുന്നേ വരെ നിങ്ങൾ എന്താണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ കയറുക. എന്തായാലും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക അല്ലെ. നിങ്ങൾ മാക്സിമം 100% നിങ്ങൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ബോധം ചെയ്യേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കാമായിട്ടിരിക്കുക. ടെൻഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ എന്തെങ്കിലും നെഗറ്റീവ് ഫീൽ വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് കുറച്ച് സമയം കാമായിട്ടിരിക്കുക. എന്നിട്ട് കാമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. എക്സാം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് ആ ഒരു എക്സാമിന്റെ ടെൻഷൻ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അത് എക്സാംസ് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. നമ്മളുടെ ആപ്പിൽ തന്നെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നല്ല മാക്സിമം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ എത്രയാണോ എത്തിയിട്ടുള്ളത് അതിന്റെ കൂടെ പറ്റുന്ന സമയത്ത് ഓവർ സ്ട്രെസ് ആവാതെ നിങ്ങൾ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിവിൽ പോർഷൻസ് ആണെങ്കിലും മെക്കാനിക്കൽ പോർഷൻസ് ആണെങ്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് തന്നെ പോവുക. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.